ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കാണെങ്കിൽ യോഗാസനത്തിലെ ഒരു ആസനത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അർത്ഥ പാർശ്വോത്തനാസന എന്ന് പറയും. അർത്ഥ പാർശ്വോത്തനാസന എന്ന് പറയുന്നത് അർത്ഥ മീൻസ് ഹാഫ്, പാർശ്വ മീൻസ് സൈഡ്, ഉട്ട് മീൻസ് ഇൻറ്റൻസ്, തൻ മീൻസ് എക്സ്റ്റെൻഡഡ് ആൻഡ് ആസന മീൻസ് പോസ്. അതായത് ഒരു സൈഡിലോട്ട് നല്ല എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബോഡി നല്ലോണം സ്ട്രെച്ച് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പോസാണ്, ഒരു ആസനയാണ് അർത്ഥ പാർശ്വോത്തനാസന എന്ന് പറയുന്നത്. ഇതിന് പിരമിഡ് പോസ് എന്ന് പറയുന്നത്, പിരമിഡ് പോസ്. ഇനി നമുക്ക് അതിൻ്റെ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ ഏതൊരു എക്സസൈസിലും ഏതൊരു ആസനങ്ങളും യോഗയിലാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു എക്സസൈസ് ചെയ്താലും അതിന് മുമ്പായിട്ട് ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ആവശ്യമാണ്. സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് നോർമൽ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ റൺ ചെയ്തിട്ട് വരിക, ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ ബോഡിയിൽ നിന്ന് വാമപ്പ് ആയതിനു ശേഷം പിന്നെ നമ്മൾ വന്നിട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക. അപ്പം ഈ ഒരു പിരമിഡ് പോസ് അർത്ഥ പാർശ്വോത്തനാസനയ്ക്ക് നമ്മൾ ചെയ്യുന്ന സൈഡ് സ്ട്രെച്ച് പിന്നെ ഫ്രണ്ട് സ്ട്രെച്ച് ഇത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ രണ്ട് സൈഡിലോട്ടും നെക്ക് സൈഡ് വൈസ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ റൊട്ടേഷൻ. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണെന്ന് പറയുന്നത് ഓപ്പണായിട്ടിരിക്കും. അതിനുശേഷം കൈ ഒരു സൈഡിലോട്ട് മേപ്പോട്ട് കൊണ്ടുവരും, സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യും. അപ്പം ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെച്ച് ആയിരിക്കും. ഈ സൈഡിലത്തെ ഈ കാലെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു കാല് ഈ സൈഡിലോട്ട് വെക്കുക. ഈ കാലെന്ന് പറയുന്നത് ഈ മാറ്റിന് പാരലായിരിക്കണം. ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ മാറ്റിൻ്റെ കോർണറിലോട്ട് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഇതൊന്ന് ഈ മുട്ടിലിത് നമ്മുടെ മുട്ടുകൊണ്ട് ഈ ബോഡിയിൽ നിന്ന് ഇത് ചെയ്യും. അതുപോലെ തന്നെ തിരിച്ച് ഇത് വെക്കുക, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക, ഇതിന് മുട്ടിലൊന്ന് സ്ട്രെയിൻ ചെയ്യും, മുട്ടിലോട്ട് ഇതിനെ പ്രസ് ചെയ്യും. കാല് നേരെ വെക്കുക, ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക, വീണ്ടും ഈ കാല് പാരലായിട്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഷോൾഡറിനെക്കാട്ടിലും കുറച്ചുകൂടെ വെളിയിലോട്ട് കാല് അപ്പാട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ട് കൈ ഈ പൊസിഷനായിരിക്കും. ഈ കൈ ഇങ്ങനെ വെക്കുക. അപ്പോൾ ആ പൊസിഷനിൽ നിന്നതിന് ശേഷം പിന്നെ ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. കൈ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ഫ്രണ്ടിലോട്ട് വിടുക. ഈ കൈ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വിടുന്ന സമയത്ത് ഈ നീ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇനി ഒരു ലോങ് ബ്രീത്ത് എടുക്കുക. ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കൈ വെച്ച് നോക്കണം. കൈ വെച്ച് ആ ബ്രീത്ത് എങ്ങനെയാണ്, ആ ബ്രത്തും എങ്ങനെയാണ് പോകുന്നത് അറിയാൻ പറ്റും. കൈ ഇങ്ങനെ അബ്ഡമൻ വരെ ശ്വാസം എടുക്കുക. എന്നിട്ട് വിടുന്ന സമയത്ത് കൈ കൊണ്ട് ചെസ്റ്റ് ഔട്ട്. അപ്പോൾ നമ്മൾ സ്ട്രെച്ചിങ്, ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലുള്ള സ്ട്രെച്ചിങ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനിയും നമ്മൾ പഠിക്കുന്നത് ഈ പിരമിഡ് എക്സസൈസ് അർത്ഥ പാർശ്വോത്തനാസന എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് ആ എക്സസൈസിലേക്ക് വരാം. ആദ്യം കാല് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. ഇത് അർത്ഥ പാർശ്വോത്തനാസനം, അതായത് പാർശ്വോത്തനാസനത്തിൻ്റെ പകുതി, അതാണ് ചെയ്യുന്നത്. ഇത് രണ്ട് രീതിയിൽ പാർശ്വോത്തനാസനം പല രീതിയിൽ ചെയ്യാം. ഒന്ന് ഫുൾ ബോഡി സ്ട്രെച്ച് ഉണ്ട്, ഫുൾ പിരമിഡ് പോസ് ഉണ്ട്, ഹാഫ് പിരമിഡ് പോസ് ഉണ്ട്. ഹാഫ് പിരമിഡ് പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ കാലിങ്ങനെ വെക്കുക. കാലെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കണം, സ്ട്രെയിറ്റ്. എന്നിട്ട് നമ്മുടെ കൈ എന്ന് പറയുന്നത് ഈ പോർഷനിൽ കൊണ്ടുവരിക. ഈ പോർഷൻ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വെക്കുക. ഫ്രണ്ടിലോട്ട് വെച്ചതിന് ശേഷം
നമ്മൾ ഈ ഒരു പോർഷനിൽ വരുമ്പോൾ നമുക്ക് ഈ കാലിൻ്റെ ഈ സ്ട്രെച്ച്, ഇവിടുത്തെ ഈ ഹാംസ്ട്രിങ് മസിൽസ്, പിന്നെ ഈ നമ്മുടെ ഈ വെർട്ടിബ്രൽ കോളം, വെർട്ടിബ്ര എന്ന് പറയുന്നത് നമ്മുടെ ഈ നട്ടലിൻ്റെ ആയി അത് സ്ട്രൈറ്റ് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. അതിനുശേഷം പോകുക. അതിനുശേഷം പിന്നെ ഇതിന് സ്ട്രെയിറ്റ്, ഇത് ഇങ്ങനെ വീണ്ടും ബ്രീത്ത് ഇൻ. താപ്പോട്ട് പോകുമ്പോൾ ശ്വാസം വിടുക. ഇവിടെ നമുക്ക് കാല് സ്ട്രെയിനായി, ഹാംസ്ട്രിങ് മസിൽസ് സ്ട്രെയിൻ വന്നു തുടങ്ങി. സ്ട്രെയിൻ എവിടെയാണോ വരുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഈ ബോഡി നമ്മുടെ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് വെക്കുക. ഇതിനെ നമ്മൾ ഒരു 5 ടൈംസ് ഈ സൈഡിൽ 5 ടൈംസ് ഈ സൈഡിൽ, അങ്ങനെ ഒരു 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഇതിനാണ് അർത്ഥ പാർശ്വോത്തനാസനം പറയുന്നത്. ഇനി പാർശ്വോത്തനാസനത്തിൻ്റെ ഫുൾ, അതായത് പാർശ്വോത്തനാസനം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. സെയിം നമ്മൾ ഈ ഒരു പൊസിഷൻ ഇരുന്നതിന് ശേഷം നമ്മുടെ കാലെന്ന് പറയുന്നത് പാരലായിട്ട്, ഫീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാദം എന്ന് പറയുന്നത് ഈ മാറ്റിൽ പാരലായിട്ട് വെക്കുക. കാലെന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ വെക്കുക, ഇങ്ങനെ ഡയഗണലായിട്ട് വെക്കുക. അതിനുശേഷം ഈ ഒരു കൈ ബാക്കിലോട്ട് ശ്വാസം വിടുക. എന്നിട്ട് താപ്പോട്ട് പോകുമ്പോൾ ശ്വാസം വിടുക. ശ്വാസം വിട്ടതിന് ശേഷം നമ്മുടെ ഈ മുട്ടെന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രി, നമ്മുടെ 90 ഡിഗ്രി ഓഫ് ദി ഫ്ലോറിന് 90 ഡിഗ്രി ആയിരിക്കും. കാലെന്ന് പറയുന്നത് നല്ല സ്ട്രൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പോർഷനാണ്. ഈ കാലിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നതായിരിക്കും. മുട്ടെന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രി, പിന്നെ ഇത് എൽ ഷേപ്പ്, പിന്നെ ഈ കാലെന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിരിക്കും. എങ്ങനെ ഈ കാലെന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിരിക്കും. സ്ട്രൈറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ശ്വാസം വിടും. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞ് ഇനി ഫ്രണ്ടിലത്തെ കാലിൻ്റെയാണ്. ഫ്രണ്ടിലത്തെ കാലെന്ന് പറയുന്നത് നമ്മൾ കാലിങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിരിക്കണം. സ്ട്രൈറ്റ് വെച്ചതിന് ശേഷം ഈ 2 കൈ മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ മൂക്കുകൊണ്ട് മുട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഹാംസ്ട്രിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് നല്ല സ്ട്രെയിൻ ഉണ്ടാകും. ഇതിനെ ഹോൾഡ് ചെയ്തു ബോഡി പ്രസ് ചെയ്തത് നല്ലതാണ്. അതിനുശേഷം പിന്നെ കാല കൊണ്ടുവരിക, പിന്നെ സ്ട്രെയിറ്റ്, then again go this side. കാലെന്ന് പറയുന്നത് ഫ്ലോറിന് പാരലായിരിക്കണം. ആദ്യം ഈ മുട്ടിന് നമ്മൾ 90 ഡിഗ്രി കൊണ്ടുവരിക. 90 ഡിഗ്രി. കാലെന്ന് പറയുന്നത് ഇതിങ്ങനെയല്ല, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഓക്കെ. ഈ കാലെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് വെക്കുക. കാല് സ്ട്രെയിറ്റ് ആയിരിക്കും. നമ്മൾ ഹാംസ്ട്രിങ് നല്ലപോലെ സ്ട്രെയിൻ വരും. കഴുത്ത് മുതൽ ഈ ഭാഗം വരെ നല്ല സ്ട്രെയിൻ ആയിരിക്കും. അതിനുശേഷം പൊങ്ങുക. അപ്പം ഇതിനെയാണ് നമ്മൾ പിരമിഡ് പോസ് എന്ന് പറയുന്നത്. ഇനി ഈ പിരമിഡ് പോസ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എക്സസൈസ് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇനിയും അർത്ഥ പാർശ്വോത്തനാസന, അല്ലെങ്കിൽ ഹാഫ് പിരമിഡ്, അല്ലെങ്കിൽ പിരമിഡ് പോസ്. ഈ പിരമിഡ് പോസ് കൊണ്ടുള്ള പ്രയോജനങ്ങളാണ്. ഏതൊരു എക്സസൈസിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴാണ് നമുക്കൊരു സ്ട്രെസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി, ഈ ഒരു സ്ട്രെസ്സിനെ ആങ്സൈറ്റിയെ ഈ ഒരു എക്സസൈസ് കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സ്ട്രെങ്തൻ, ഇത് നമ്മുടെ ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഏതൊക്കെ പാർട്ടാണ്, പർട്ടിക്കുലർ പാർട്ടാണ് ഇത് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക. ഒന്ന് പറയുന്നത് നമ്മുടെ നെക്ക്, പിന്നെ സ്പൈനൽ കോഡ്, സ്പൈൻ, പിന്നെ ബാക്ക് പൊസിഷൻ, ബാക്ക്, പിന്നെ ഹിപ്പ്, പിന്നെ ഷോൾഡർ, കൈയുടെ ആങ്കിൾ, പിന്നെ കാലിൻ്റെ നീ, തൈസ്, ഹാംസ്ട്രിങ്സ്, പിന്നെ ആങ്കിൾ. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കാലിൻ്റെ ആങ്കിൾ, നീ, തൈസ്, ഹാംസ്ട്രിങ്, ഹിപ്പ്, സ്പൈൻ,
പിന്നെ നെക്ക്. ഇത്രയും പാർട്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിനെ എത്രത്തോളം ഇത് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്നുണ്ടാവുള്ളൂ. അടുത്ത ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഏതൊരു എക്സസൈസ് ചെയ്യുന്നതിന് നമുക്കൊരു ബാലൻസ് ഉണ്ട്. അപ്പം ഇതിന് നല്ലൊരു പോസ്റ്റർ കറക്റ്റായിട്ടുള്ള പോസ്റ്ററിനെ പിന്നെ ആ ബാലൻസ് ബോഡി ബാലൻസിനെ ഇൻവോൾവ് ചെയ്യുന്നൊരു എക്സസൈസാണിത്. പിന്നെ ഡൈജഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷനും ഇത് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. പിന്നുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് അതിനൊരു മസാജായിട്ടുള്ളൊരു അതായത് ഒരു തിരുമ്പൽ, അതൊരു മസാജ് ഒരു ഫീലിങ്സ് നമുക്ക് ഈ എക്സസൈസ് കൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു എക്സസൈസ് കൊണ്ട് നമുക്ക് കൂടുതലുള്ളൊരു ഗുണമെന്ന് പറയാം നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഏറ്റവും കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതാണല്ലോ ഏതൊരു എക്സസൈസിൻ്റെ ഏതൊരു ആസനയുടെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഗുണമെന്ന് പറയാം. അപ്പോൾ ഈ ഒരു എക്സസൈസ് കൊണ്ട് നമ്മുടെ ഫുൾ ബോഡി സ്പൈൻ ഇതിൻ്റെയൊക്കെ നെർവസ് സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. പിന്നെ നമുക്കൊരു കാംനെസ്, നമ്മുടെ ബോഡിക്കൊരു കാംനെസ്, നമുക്കെപ്പോഴും ഒരു മൈൻഡ് നല്ല കാംനെസ് ആയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ എക്സസൈസ് കൊണ്ട്. അപ്പോൾ ഈ റെഗുലർ പ്രാക്ടീസ് ചെയ്യുക ഈ ഒരു എക്സസൈസ് നമുക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ അത് കാണുമ്പം ഇതാണെങ്കിലൊരു സിമ്പിൾ എക്സസൈസായിട്ട് തോന്നും. ബട്ട് ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം നമ്മുടെ ബോഡിയെ ഇൻറ്റ്യൂഷൻസ് അതിന് നമുക്ക് നമ്മുടെ ആ ഒരു കാംനെസ് അല്ലെങ്കിൽ ആ ഒരു നെർവസ് സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയും നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇത് നമ്മൾ ഗുണങ്ങളാണ് പറയുന്നത്. ദോഷങ്ങൾ, ആരൊക്കെ ഈ എക്സസൈസ് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ അസുഖങ്ങളുള്ള ആൾക്കാരാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടാത്തത്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്. അപ്പോൾ ഇത് വൈൻഡിങ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിൻ്റെ ദോഷങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പം ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഏതൊക്കെ പാർട്സിലാണ് ഇതിന് ഗുണങ്ങളുള്ളത്. അപ്പം ആ പാർട്സ്, അതായത് ഇപ്പോൾ ആങ്കിളിലൊരു ചെറിയൊരു ഇഞ്ചുറി ഉള്ള ആൾ, നീസിന് ഇഞ്ചുറി ഉള്ള ആൾ, ഹാംസ്ട്രിങ് മസിൽസിന് പ്രോബ്ലം ഉള്ളത്, അതായത് നമ്മൾ ചിലപ്പോൾ നമുക്ക് മസിൽ പിടിക്കുക എന്ന് പറയും, ഇപ്പോൾ ഹാംസ്ട്രിങ് മസിൽസിന് പ്രോബ്ലം ഉള്ള ഒരാൾ, ഹിപ്പ് അതായത് നടുവേദന അല്ലെ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉള്ള ഒരു വ്യക്തി, കഴുത്തിന് വേദനയുള്ള ഒരാൾ, അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയുള്ളൊരു ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ അത് നോർമൽ ഒരു പെയിനുള്ള അതല്ല, ഇങ്ങനെയുള്ള ഇഞ്ചുറീസ് ആർക്കെങ്കിലും അങ്ങനെ അതിലൂടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും വീഴുവോ അല്ലെങ്കിൽ ഉളുക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഈ എക്സസൈസ് അവോയ്ഡ് ചെയ്യുകയാണ്. അവരതിൽ നിന്ന് റിക്കവർ ആയതിനു ശേഷം അതിന് ഇമ്പ്രൂവ് ചെയ്യുക, അതിൻ്റെ മസിൽസിനെ ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഹൈ ബ്ലഡ് പ്രഷറുള്ള ആൾക്കാർ ഈ എക്സസൈസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം റെഗുലറായിട്ട് ഈ എക്സസൈസ് ചെയ്യുക. ഏതൊരു എക്സസൈസിൻ്റെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളതിനെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ ഉണ്ടാകത്തുള്ളൂ. തീർച്ചയായും ഇത് നിങ്ങൾക്ക് അതെങ്കിൽ ഒത്തിരി നിങ്ങളുടെ ലൈഫിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പം തീർച്ചയായും എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു. ജയ് ഹിന്ദ്.